ചായക്കടക്കാരന്റെ ബഹളം കേട്ടാണ് ഓടി റെയിൽവേ ട്രാക്കിലെത്തിയത്. പക്ഷേ തീവണ്ടിയുടെ സൈറണും മുഴങ്ങുന്നു. ഇരുട്ടിലൂടെ ട്രാക്കിലേക്ക് നോക്കിയപ്പോൾ ജീവന് വേണ്ടി കേഴുന്ന വയോധികൻ അബ്ദുൾ റഹ്മാൻ പിന്നെ ഒന്നും നോക്കിയില്ല. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ട്രാക്കിലേക്ക് ചാടി. പിന്നെ സംഭവിച്ചതെല്ലാം സാഹസികം. രണ്ടേന്ന് പറയുന്ന കക്ഷി ലൈനിൽ കൂടി നടന്നു വരികയായിരുന്നു. വന്ന് ഇപ്പുറത്ത് ക്രാസ് ചെയ്ത് ഇറങ്ങാൻ നേരത്ത് കാലസിൽ പായി മലന്നങ്ങ് വീഴുകയാണ് ചെയ്തത്. അപ്പം അത് പെട്ടെന്ന് തന്നെ യന്ത്രാമനെ വിളിച്ചു വരുത്തി കക്ഷിയെ പിടിച്ച് വലിച്ചു വെളിയിലിടുകയാണ് ചെയ്തത്. അതിനെ കൊണ്ട് രക്ഷപ്പെട്ട് കിട്ടി, അല്ലേ മരണം തന്നെ. പുള്ളി ഞാൻ അകത്തിരിക്കുകയായിരുന്നു. അകത്ത് നമുക്ക് ഷാജിക്കൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വാടാന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആളിവിടെ കിടക്കുന്നതാണ്. പെട്ടെന്ന് ഇറങ്ങി വന്ന് പെട്ടെന്ന് അപ്പം ആളെ പിടിക്കുമ്പോഴത്തേക്ക് ട്രെയിനിൽ അവിടെ എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് ഇനി വലിച്ചിട്ടതും വണ്ടി പോയത് ഒരു മിനിറ്റ്. വേറെ ഒന്നുമില്ല, പുള്ളി വലിച്ച് നോക്കി കൈയോ കാലിനൊന്നും പെട്ടെന്നുണ്ടോ നോക്കിയാൽ ഒന്നുമില്ല. പെട്ടെന്ന് കുറച്ച് നേരത്തെ ചായ കുടിച്ചു കൈ കുറച്ച് കഴിഞ്ഞാൽ പോയത്. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് വയോധികനെ സെക്കൻഡുകൾക്കുള്ളിൽ അബ്ദുൾ റഹ്മാന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഒരു ജീവൻ രക്ഷപ്പെടുത്തിയതിന്റെ ആശ്വാസത്തിലാണ് ഇയാൾ. ജീവനും മരണവും മുന്നിൽ കണ്ട ആ നിമിഷം അത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. തിരുവനന്തപുരം കാവൽപുര റെയിൽവേ ഗേറ്റിന് സമീപമാണ് ഈ സംഭവം നടന്നത്. രണ്ടാം ജന്മം ലഭിച്ച വയോധികനെ അന്വേഷിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതനായിരിക്കുന്നുവെന്ന ആശ്വാസവാക്കും കേൾക്കാനിടയായി. ഷമീർ, റിപ്പോർട്ടർ.